ദിലീപ് പോയതിനു ശേഷം സിനിമ എന്ന മാധ്യമം വഴി സമൂഹത്തെ മൊത്തം കഞ്ചാവിനെ MDMA സ്റ്റാമ്പ് എല്ലാം നോർമലൈസ് ആവുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ എത്ര പേര് ശ്രദ്ധിച്ചു? 2017 ദിലീപ് അറസ്റ്റിലായി, 85 ദിവസം കഴിഞ്ഞ് ഇറങ്ങി വന്നു. പക്ഷെ പുള്ളി സിനിമ ഫീൽഡ് കൺട്രോൾ ചെയ്തിരുന്നു എന്നൊരു രീതി അങ്ങോട്ട് പോയി. പുള്ളിയുടെ കയ്യിലല്ല, പുള്ളി പിന്നെ കേസും കൂട്ടും വഴക്കും ഒക്കെ ആയിട്ട് വർഷത്തിലൊരു സിനിമ ചെയ്താലായി. ആ സമയം സിനിമയിൽ പിടിമുറുക്കിയ ആളുകൾ അതിനുശേഷം സിനിമയുടെ രീതി തന്നെ മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇപ്പൊ നിങ്ങൾ പറയുമായിരിക്കും തിയേറ്ററിൽ പോകാൻ കൊള്ളില്ല ഫാമിലി ആയിട്ട്, എല്ലാ പടവും കഞ്ചാവും ലേഡീസും ഫെമിനിസവും ട്രാൻസ്ജെൻഡറും ഇതിന്റെ ഒരു കുത്തൊഴുക്കായിരുന്നു. പ്രത്യേകിച്ച് കഞ്ചാവിന്റെ ഒരു നോർമലൈസേഷൻ ആയിരുന്നു. ഒരു സാധാരണ കഥ കാണിക്കും, ഒരു നോർമൽ ഫാമിലിയോ കുറച്ച് കൂട്ടുകാരോ ഒക്കെ ഇരിക്കുന്ന കഥയിൽ സൈഡിലിരുന്ന് വെറുതെ ഒരുത്തം കഞ്ചാവ് വലിക്കും, എന്നിട്ട് അത് കഞ്ചാവെന്ന് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ കൊക്കെയിൻ അല്ലെങ്കിൽ പൊടി. എന്നിട്ട് കഥ ഇതുമേ ആയിരിക്കില്ല ഫോക്കസ് ചെയ്തേക്കുന്നത്. കഥ നോർമൽ വേറെ എന്തെങ്കിലും കഥയായിരിക്കും, നല്ലതായിരിക്കാം ചീത്തയായിരിക്കാം, പൊളിയുമായിരിക്കാം രക്ഷപ്പെടുമായിരിക്കാം. പക്ഷേ കഞ്ചാവ് കണ്ട് 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 നോർമലൈസ് ആവുകയും ഏത് സ്കൂളിലും ഏത് കുട്ടിയും 9ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ കഞ്ചാവ് വലിച്ചു എന്ന് നിങ്ങൾ വാർത്ത അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു തരം നോർമലൈസേഷൻ ദിലീപ് പോയതിനു ശേഷം സിനിമ എന്ന മാധ്യമം വഴി സമൂഹത്തെ മൊത്തം കഞ്ചാവിനെ MDMA സ്റ്റാമ്പ് എല്ലാം നോർമലൈസ് ആവുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ എത്ര പേര് ശ്രദ്ധിച്ചു?